പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു ദിവസം കൂടി കർത്താവിൻ്റെ കൂടെ നിൽക്കുവാൻ, കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ, ആ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ വലിയവനായ കർത്താവ് എനിക്കും നിനക്കും തന്ന കരുണയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ആമേൻ. നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണല്ലോ, ഈ ദിവസം യേശു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം, ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. അല്ലേ? ആമേൻ. ദൈവവചനത്തിലിരിക്കുന്ന വചനമാണത്. ഇന്ന് ഈ ദിവസം യേശു നമുക്ക് വേണ്ടി, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ പറയും, യേശു ഈ ദിവസം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാകിയാൽ എൻ്റെ തീരുമാനം ഞാൻ പറയാം, ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. പ്രൈസ് ലോർഡ്. ഇത് ഞാൻ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ പക്ഷേ എന്നെ നോക്കി ചോദിക്കുമായിരിക്കും, നിനക്ക് സന്തോഷിക്കാൻ എന്ത് വകുപ്പാണുള്ളത്, എന്ത് വകയാണുള്ളത്, എല്ലാം പ്രതികൂലമല്ലേ, അല്ല എല്ലാ വാതിലും അടഞ്ഞിരിക്കുകയല്ലേ? ആമേൻ. സന്തോഷിക്കാൻ തക്കതായിട്ടുള്ള ഒരു കാരണങ്ങളും മുമ്പിൽ കാണത്തില്ലായിരിക്കാം. പക്ഷേ ദൈവവചനത്തിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ ദിവസം യേശു എനിക്ക് വേണ്ടി, ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമായതുകൊണ്ട് എൻ്റെ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും, എൻ്റെ മുൻപിൽ എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും, എന്തെല്ലാം വിഷയങ്ങൾ എൻ്റെ മുൻപിലുണ്ടെങ്കിലും, യേശുവിൽ ആശ്രയിക്കുന്ന ഞാൻ ഇന്ന് ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുകയാണ്, എൻ്റെ തീരുമാനം, ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. പ്രൈസ് ലോർഡ്. അതാ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ. ഈ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളൊക്കെ വെറുതെ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് ഒരു ടൈം പാസിന് വേണ്ടി എഴുതിയിരിക്കുന്നതല്ല. ഞാൻ വിശ്വസിക്കുന്നു, അതിനകത്ത് ഓരോ വാക്യങ്ങളും ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുത്താൽ, ആ വചനം നമ്മുടെ ജീവിതമാക്കി മാറ്റിയാൽ, ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, ഒരു വിഷയത്തിനും ഒരു പ്രതികൂലത്തിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും പറയാം, നമ്മൾ പ്രശ്നങ്ങളുടെ കീഴെ വസിക്കുന്നവരല്ല, നമ്മൾ പ്രശ്നങ്ങളുടെ മീതെ വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഒരു പ്രശ്നവും ആമേൻ നിന്നെ പിടിക്കത്തില്ല. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും കടന്നു വരാം. പക്ഷേ ആമേൻ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, ഇന്നലെ ഞാൻ പറയുകയുണ്ടായാലും, ശദ്രക് മേശക് അബേദ്നെഗോ, അവരുടെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടായപ്പോഴും അവരുടെ വിശ്വാസം എന്നെ അവർ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, യഹോവയാം ദൈവം, ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ തീരുമാനമാണ്, ആമേൻ, ഈ രാജാവിൻ്റെ ബിംബത്തെ ഞങ്ങൾ വണങ്ങത്തില്ല. ഇല്ലേ? എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രതികൂലമുണ്ട്. എനിക്ക് പ്രതികൂലമുണ്ട്, നിങ്ങൾക്കുണ്ട്, അവൻ വിശ്വാസികൾക്കുണ്ട്, അവിശ്വാസികൾക്കുണ്ട്, ആമേൻ, നിരീശ്വരവാദികൾക്കുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ആമേൻ കടന്നു വരാം, അതിലൂടെ കടന്നു പോയെന്നിരിക്കാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാര്യം വാസ്തവമായിട്ട് അറിയാം, എത്രത്തോളം പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, എത്രത്തോളം വിഷയങ്ങൾ അവന് മുമ്പിൽ കടന്നു വന്നാലും, അതൊന്നിനും അവനെ തകർക്കാൻ കഴിയത്തില്ല. ഓരോ പ്രതികൂലങ്ങളും ഓരോ വിഷയങ്ങളും ആമേൻ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വിജയത്തിൻ്റെ, ജയത്തിൻ്റെ ആമേൻ ചവിട്ടുപടിയായി എന്നെ കർത്താവ് അതിനെ മാറ്റും. പ്രൈസ് ലോർഡ്. അതുകൊണ്ടല്ലേ വചനം പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ കൂടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ആമേൻ പല പ്രാർത്ഥനകളും പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണാം. പക്ഷേ ഒരു കാര്യം വാസ്തവമായിട്ട് ഓർത്തോണം, ഏതെല്ലാം പ്രതികൂലങ്ങളാണെങ്കിലും ആമേൻ അതെല്ലാം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു യേശു ഇന്ന് പകലും അവൻ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സോ ഞാൻ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷികളുടെ വലിയ സമ്മേളനം നടക്കുക, പക്ഷികളുടെ ഒരു മഹാസമ്മേളനം നടക്കുക, ഒരു മഴയുള്ള സമയത്തെ സമ്മേളനങ്ങൾ നടക്കുന്നത് ഒരു കഥയാണ്. അവിടെ വന്ന പക്ഷികളെല്ലാം നനഞ്ഞാണ് വന്നത്. പക്ഷേ അതിൽ ഒരു പക്ഷി, കഴുകൻ, നനയാതെ ആ സമ്മേളനത്തിൽ കടന്നു വരിക. അപ്പോൾ അവിടെ നിന്ന് പക്ഷികളൊക്കെ ഇങ്ങനെ ചോദിച്ചു, ആമേൻ, ഞങ്ങളെല്ലാം ഈ മഴ കൊണ്ട് നനഞ്ഞാണല്ലോ വന്നത്, നീ മാത്രം ഈ മഴയത്ത്, ഈ പെരുമഴയത്ത് എങ്ങനെയാ നനയാതെ വന്നത്? കഴുകൻ ഇങ്ങനെയാ ഉത്തരം പറഞ്ഞത്, ആമേൻ, മഴക്കാർ ഉരുണ്ടു കൂടിയപ്പോഴേ, മഴ പെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോഴേ, അല്ലെ മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ ഞാനൊരു കാര്യം ചെയ്തു. എൻ്റെ ആമേൻ എൻ്റെ പറക്കയുടെ, ഞാൻ പറക്കുന്നതിൻ്റെ ഉയരം, ഓൾട്ടിറ്റ്യൂഡ് ഞാൻ മാറ്റി, ആമേൻ, ഞാൻ മേഘങ്ങളുടെ മീതെ ആമേൻ ഞാൻ പറക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. അവൻ കഴുകൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ മേഘങ്ങളുടെ മീതെ പറഞ്ഞതുകൊണ്ട് ഒരു മഴത്തുള്ളിക്ക് പോലും എന്നെ നനയ്ക്കാൻ പറ്റിയില്ല. ആമേൻ.
പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മളെ കർത്താവാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളെ തിരിക്കുന്നത് ആമേൻ ലോകത്തെ ജയിച്ചവന്റെ ജയമാ. പ്രൈസ് ദി ലോർഡ്. പാതാള ഗോപുരങ്ങളെ ജയിച്ച യേശു കർത്താവാ എന്നെ നിങ്ങളുടെയും അകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആമേൻ, വിഷയങ്ങൾ കാണുമ്പോൾ ആ വിഷയത്തിന് കീഴെ പറക്കാൻ വേണ്ടിയല്ല, യേശുവിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആ വിഷയങ്ങളുടെ മീതെ ആമേൻ പറക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്നെ നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സോ ആമേൻ, ഇന്ന് പകൽ നിങ്ങളോട് പറയാൻ എനിക്കൊരു ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രതികൂലങ്ങളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാം തീർന്നു, തീരുകയാണ്, ഞാൻ അവസാനിക്കുകയാണ്, എല്ലാ വാതിലും അടഞ്ഞു എന്ന് പറയുന്ന ഏത് വിഷയവും വന്നോട്ടെ, യേശുവിലാണോ നീ ആശ്രയിച്ചിരിക്കുന്നത്? ആമേൻ. നീ തകരാൻ, നീ നശിക്കാൻ, നീ ലജ്ജിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. കാര്യം യേശു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും നമുക്ക് അവൻ ജയം തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സോ ആമേൻ, ഒരു വാക്യം വായിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം എന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ആമേൻ താൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, വാക്യമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും, ആമേൻ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യന് ബലഹീനത വന്നാലും ക്ഷീണം വന്നാലും ക്ഷയിച്ചു പോയാലും പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ അകമേയുള്ളവൻ, ആമേൻ, അത് മാസാമാസമല്ല, വർഷാവർഷമല്ല, നാൾ തോറും ആമേൻ ബലം പ്രാപിച്ചുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ, യേശുവിൻ്റെ കർത്താവാണ് എന്ന് ഞാൻ നിങ്ങളും പറഞ്ഞപ്പോൾ സംഭവിച്ചത്, നമ്മുടെ അകത്തൊരു പുതുജനനം ആരംഭിച്ചു, ഇല്ലേ? ഒരു പുതുജനനം, അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ, നമ്മുടെ അകത്തൊരു പുതുജനനം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. സോ നമ്മുടെ അകത്തെ ആമേൻ ജനിച്ച ഈ മനുഷ്യൻ ആമേൻ മനുഷ്യന്റെ ഇഷ്ടത്താൽ അല്ല ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, നമ്മുടെ അകത്തിരിക്കുന്ന ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നുള്ളവനല്ല, അവൻ ഉയരത്തിൽ നിന്നുള്ളവനായതുകൊണ്ട്, അവൻ ഉയരത്തിൽ ജനിച്ചവനായതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള ഒരു പ്രതികൂല സാഹചര്യങ്ങൾക്കും അവനെ പിടിച്ചൊതുക്കാൻ സാധിക്കത്തില്ല. ഉയരത്തിലെ കർത്താവിൽ നിന്ന് അവൻ വീണ്ടും ജനിച്ചുകൊണ്ട് തന്നെ ആമേൻ വിഷയങ്ങളുടെ മേൽ വാഴുവാനുള്ള അധികാരമാണ് ആമേൻ സ്വർഗം ആമേൻ നമ്മുടെ അകത്തെ മനുഷ്യന് ആമേൻ നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സോ ഇവിടെ പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കി, അതുകൊണ്ട് ഞങ്ങൾ ആമേൻ അധൈര്യപ്പെടാതെ സോ നോക്കിയേ, ആമേൻ, ധൈര്യം അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഉണ്ടാവുന്നു, അല്ലേ? ഞാൻ യേശു വിശ്വസിക്കുമ്പോൾ, യേശുവിൽ ആശ്രയിക്കുമ്പോൾ, യേശുവിൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ ആമേൻ ഏത് തിരമാലകളുടെ മീതെ നടക്കുവാൻ, ഏത് സാഹചര്യത്തെയും വെല്ലുവിളിക്കാൻ ഒരു ധൈര്യം എൻ്റെ അകത്ത് വരും, ഇല്ലേ? ഞാൻ പറയുകയാണ്, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും അത്രേ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ നമ്മൾ മോടി പിടിപ്പിക്കുവാൻ, പുറമെയുള്ള മനുഷ്യനെ നമ്മൾ നന്നാക്കുവാൻ, അല്ലെ നന്നായി പരിപാലിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലേ? നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ആമേൻ, എക്സസൈസുകൾ ചെയ്യുന്നു, ആമേൻ, അല്ലെങ്കിൽ ആമേൻ എത്ര മനോഹരമായിട്ടാണ് ഈ പുറമെയുള്ള മനുഷ്യനെ, നമ്മുടെ മുഖത്തൊരു ചെറിയ അഴുക്ക് പറ്റിയാൽ, അല്ലെങ്കിൽ ആമേൻ ദേഹത്തൊരു പ്രയാസം വന്നാൽ നമ്മൾ അന്നേരം പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കും, അല്ലെങ്കിൽ അത് തുടച്ചു കളയും, അല്ലെങ്കിൽ അതിനെ മനോഹരമാക്കി നടത്താൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രൈസ് ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. പുറമെയുള്ള മനുഷ്യന് ആമേൻ ആരോഗ്യം വരണമെങ്കിൽ, ബലം വരണമെങ്കിൽ, ആമേൻ അവന് ഭക്ഷണം ആവശ്യമാണ്, എക്സസൈസ് ആവശ്യമായതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള മനുഷ്യന് ആമേൻ ബലം കൊടുക്കുന്നത് നീ കഴിക്കുന്ന ഭക്ഷണമോ ആമേൻ നിന്റെ എക്സസൈസോ അല്ല. ആമേൻ നമ്മുടെ അകത്തെ മനുഷ്യന് ബലം നൽകുന്നത് ആമേൻ ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. നീ യേശുവിൽ നീ വിശ്വസിക്കുകയും കർത്താവിന്റെ വചനം നീ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവൻ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ ക്രിസ്തു എന്ന വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം, ഇല്ലേ? അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആഹാരം എന്ന് പറയുന്നത് ആമേൻ കർത്താവിൻ്റെ വചനമാണ്. പ്രൈസ് ലോർഡ്. അവൻ ഒരുവൻ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും, ഹല്ലേലൂയ, കർത്താവാണല്ലോ, യേശുവാണല്ലോ വചനം എന്ന് പറയുന്നത്, യേശുവിൽ ആശ്രയിക്കുകയും വചനത്തിൽ ആശ്രയിക്കുകയും അവൻ യേശുവിൽ നടക്കുകയും ചെയ്യുമ്പോൾ, പ്രൈസ് ലോർഡ്, അവൻ്റെ അകത്തെ മനുഷ്യൻ നാൾ തോറും ബലപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പല വിഷയങ്ങളും വരുമ്പോൾ പലരും
വാടിപ്പോകുന്നേ. വിശ്വാസിയായിരിക്കാം, രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവനായിരിക്കാം, അവൻ വർഷങ്ങളുടെ പാരമ്പര്യം വിശ്വാസത്തിൽ പറവാനൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അവൻ ചില വിഷയങ്ങൾ വരുമ്പോൾ, ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ പോലും പലപ്പോഴും പലരും വാടിപ്പോകുന്ന, നിരാശപ്പെടുന്ന, സങ്കടപ്പെടുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പ്രൈസ് ലോർഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആകാൻ കാരണം? ആകാനുള്ള കാരണം അവൻ്റെ പുറമേയുള്ളവൻ ഓക്കെയാണ്, പക്ഷെ അവൻ്റെ അകമേയുള്ള മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധം കുറവാണ്. അവൻ കർത്താവിൻ്റെ വചനത്തിലുള്ള ആശ്രയം കുറവാണ്, ഈശ്വരുള്ള ആശ്രയം കുറവാണ്. അതുകൊണ്ടാണ് അകമേയുള്ളവൻ ക്ഷീണിതനായതുകൊണ്ടാണ് പ്രതികൂലങ്ങളിൽ പല വിശ്വാസികളും തളർന്നു പോകുന്നത്. പ്രശ്നം നോക്ക്, നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഹല്ലേലൂയ, അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അത് സങ്കീർത്തന പുസ്തകം 16-ാമത്തെ അധ്യായം 8 മുതൽ 11 വാക്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞത്, ദാവീദിനൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ദാവീദ് ഒരു വാക്കാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങി പോകത്തില്ല. പ്രൈസ് ലോർഡ്. ദാവീദ് പറയുകയാണ്, ഞാൻ കർത്താവിനെ, യഹോവയാം ദൈവത്തെ ഞാൻ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. നമുക്കറിയാം ഈ സംഭവം. ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോകുന്ന സമയത്ത് ഹല്ലേലൂയ, ഒരു ഇസ്രായേൽ ജനം മുഴുവൻ ഗോലിയാത്തിന്റെ വെല്ലുവിളി കേട്ട് പേടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഗോലിയാത്ത് ഒരുത്തൻ മാത്രം നിന്ന് ഇസ്രായേൽ സൈന്യത്തെ മുഴുവൻ വെല്ലുവിളിക്കുക. പ്രൈസ് ലോർഡ്. ആ ഗോലിയാത്തിനെ കൊന്നാൽ അവരെ ജയിക്കാം. വെല്ലുവിളിക്ക്, ഇവന്റെ വെല്ലുവിളി കേട്ട് ഇസ്രായേൽ ജനം മുഴുവൻ പേടിച്ച്, പട്ടാളക്കാരും രാജാവും ആ ദേശത്തെ മുഴുവൻ പേരും പേടിച്ച് ഭയന്ന് അവർ മാറിയിരിക്കുമ്പോൾ ഒരു ചെറിയ ബാലനായിരിക്കുന്ന ദാവീദ്, ചേട്ടന്മാർ സുഖം അന്വേഷിപ്പാൻ, ചേട്ടന്മാർ സന്തോഷം അന്വേഷിപ്പാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ പാളയത്തിലേക്ക് വരികയാണ്. അവൻ വരുന്ന സമയത്ത് അവനൊരു ഒരു കാഴ്ച കാണുകയാണ്. മല്ലനായ ഒരു ഗോലിയാത്ത് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ നിന്ന് വെല്ലുവിളിക്കുക. പ്രൈസ് ലോർഡ്. ഇസ്രായേൽ ജനത്തോടും വെല്ലുവിളിക്കുക അല്ലേ. ഹല്ലേലൂയ. എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാനോ ഈ ഗോലിയാത്തിനെ തകർക്കാനോ തോപ്പിക്കാനോ ഇവനോട് യുദ്ധം ചെയ്യാനോ ഇസ്രായേൽ സൈന്യത്തിലെ ഒരു മനുഷ്യൻ പോലും തയ്യാറല്ല. ഹല്ലേലൂയ. കാരണം എന്നാ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, ആ ഇസ്രായേൽ പാളയത്തിലെ, ഇസ്രായേൽ പടയിലുള്ള മുഴുവൻ പേരും അവരുടെ കഴിവ് വെച്ചാണ് ഗോലിയാത്തിന്റെ കഴിവിന് അളന്നത്. മനസ്സിലായോ? അവർ നോക്കുമ്പോഴത്തേക്ക് അവരുടെ സൈസും ഗോലിയാത്തിന്റെ സൈസ് നോക്കിയപ്പോൾ ഗോലിയാത്ത് ഇവരെക്കാൾ ഉയരമുള്ളവനാ, വലിപ്പമുള്ളവനാ, ഇവരെക്കാൾ മസിലുള്ളവനാ, ഇവരെക്കാൾ ആജാനബാഹുവായ, ഇവരെക്കാൾ കരുത്തനായ ഒരു മനുഷ്യനാണ് ഗോലിയാത്ത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇവര് ഇസ്രായേൽ പാളയത്തിലുള്ള ഒരു മനുഷ്യന് പോലും, ഇസ്രായേൽ സൈന്യത്തിലെ ഒരു മനുഷ്യന് പോലും ഈ ഗോലിയാത്തിനെ നേരിടാൻ പോകണം തൻ്റെ ഇടമില്ല, ധൈര്യമില്ല. അതിന്റെ കാരണം എന്നാ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കഴിവ് വെച്ചാണ് അവർ ആ ഗോലിയാത്തിന്റെ കഴിവിനെ അളന്നത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ കഴിവ് വെച്ചാണ് നമ്മൾ പലപ്പോഴും ആ വിഷയത്തെ അളക്കുന്നത്, ഇല്ലേ? എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എങ്ങനെ അതിനെ ജയിക്കും? നമുക്കറിയാം, യേശു കർത്താവ് താന് പുരുഷാരത്തെ ശുശ്രൂഷന് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാം, നാം അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാം, അല്ലേ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവർ പറയുന്ന പല ന്യായീകരണങ്ങളുമുണ്ട്. കർത്താവേ, നമ്മളുടെ ആപ്പട് ഇത്രയും പൈസയുള്ളൂ, ജനം 5000-ഓളം ഉണ്ട്, അല്ലെങ്കിൽ അതിന് മേൽ ആൾക്കാരുണ്ട്, അവർക്ക് എങ്ങനെ ഇത്രയും പൈസ കൊണ്ട് അത്രയും ജനങ്ങൾക്ക്, നോക്ക്, ഇത്രയും പൈസ കൊണ്ട് അത്രയും ജനങ്ങൾക്ക് പ്രൈസ് ലോർഡ് എങ്ങനെ നമ്മൾ ഭക്ഷിപ്പാനായി കൊടുക്കും? അത് അസാധ്യമാണ്, ഇമ്പോസിബിളാണ്. അവരുടെ ചിന്തയിൽ, അവരുടെ കഴിവിൽ, അവരുടെ കയ്യിലെ പണത്തിൽ നടക്കുന്ന വിഷയമേ അല്ല. പക്ഷേ ദൈവം, യേശു കർത്താവ് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, നാം അവർക്ക് ഭക്ഷിപ്പാനായി കൊടുക്കാം. ഹല്ലേലൂയ. നോക്ക്, ആ വാക്യം വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നാം അവർക്ക് ഭക്ഷിപ്പാനായി കൊടുക്കുക. യേശു ഇങ്ങനെ പറഞ്ഞില്ല, ശിഷ്യന്മാരെ നിങ്ങളൊന്ന് കൊടുത്തേ, നിങ്ങൾ ട്രൈ ചെയ്തേ, നിങ്ങളുടെ കഴിവ് നോക്കിയേ, അല്ല നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, എങ്ങനെയും വാങ്ങിച്ചു കൊടുക്കുക, നിങ്ങൾ എങ്ങനെയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, എങ്ങനെയും വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കളക്ട് ചെയ്യുക, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നല്ല യേശു പറഞ്ഞത്. യേശുവിൻ്റെ വാക്ക് അവിടെ വളരെ ക്ലിയറാണ്. യേശു പറയുകയാണ്, നാം അവർക്ക് ഭക്ഷിപ്പാനായി കൊടുക്കാം. അതിൻ്റെ അർത്ഥം യേശുവിനറിയാം നിനക്ക് കഴിവില്ല, യേശുവിനറിയാം നിന്റെ കയ്യിലുള്ള പണമില്ല. നീ വിചാരിച്ചാൽ ഇത്ര ജനത്തെ പോഷിപ്പിക്കാൻ
ജയിക്കാൻ കഴിയത്തില്ലെന്ന് യേശുവിന് അറിയാം. പക്ഷേ യേശു അവരോട് പറയുകയാണ്, നീ ഒറ്റയ്ക്കല്ല കൊടുക്കേണ്ടത്, ഒറ്റയ്ക്കല്ല ഇത് ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഞാനും കൂടെ ചേർന്ന് നമുക്ക് ഈ വിഷയത്തെ സോൾവ് ചെയ്യാം എന്ന് യേശുവോട് പറഞ്ഞല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും യേശു ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, യേശു ഒരിക്കലും നിന്നോട് ഒറ്റയ്ക്ക് നീ ആ കടഭാരത്തെ ഹാൻഡിൽ ചെയ്യുക, നീ ഒറ്റയ്ക്ക് ആ പ്രതികൂലത്തെ ഹാൻഡിൽ ചെയ്യുക, നീ ഒറ്റയ്ക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്യുക എന്ന് യേശു ഒരിക്കലും പറയത്തില്ല. ഹല്ലേലൂയ, യേശു എപ്പോഴും പറയുന്നത് നമുക്കൊന്നിച്ച് ഞാനും കൂടെ ചെയ്യാം, എൻ്റെ കൂടെ നിന്നാൽ മതി, നമുക്കൊന്നിച്ച് പ്രൈസ് ലോർഡ് നമുക്ക് ആ വിഷയത്തെ സോൾവ് ചെയ്യാം, പരിഹരിക്കാം എന്നാണ് യേശു എപ്പോഴും പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ നിരാശപ്പെടാൻ കാരണം എന്നാ? നമ്മുടെ കഴിവിൽ നമ്മൾ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക അല്ലേ. നമ്മുടെ പൈസയിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ കഴിവിൽ, ഹല്ലേലൂയ, നമ്മുടെ ആൾബലത്തിൽ, നമ്മുടെ മുൻപരിചയത്തിൽ, നമ്മുടെ ചിന്തയിൽ, അല്ലെ മറ്റുള്ളവർ പറഞ്ഞ വാക്കിൻ്റെ പുറത്ത്, മറ്റുള്ളവരുടെ ചരിത്രത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ അതിനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിഷയത്തെ ഓവർകം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വിഷയത്തെ ജയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? നമ്മുടെ കഴിവ് പരാജയപ്പെടും, നമ്മുടെ പൈസ പരാജയപ്പെടും, മെഡിക്കൽ സയൻസ് പരാജയപ്പെടും, അറിവ് പരാജയപ്പെടും, എല്ലാം പരാജയപ്പെടും ഇല്ലേ. പക്ഷേ നോക്ക്, യേശു ക്രിസ്തു, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും, പ്രൈസ് ദി ലോർഡ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. ഹല്ലേലൂയ, നോക്കിയാൽ നമ്മുടെ കഴിവിനോ നമ്മുടെ മിടുക്കിനോ നമ്മുടെ അറിവിനോ ഒരിക്കലും ആ വിഷയത്തെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മൾ എത്ര നോക്കിയാലും പരാജയപ്പെട്ടു, നമുക്ക് തോന്നും, പക്ഷെ പരാജയപ്പെട്ടു. ഹല്ലേലൂയ, പക്ഷേ യേശുവിൽ ആശ്രയിച്ചാലോ, യേശുവിനോട് പറഞ്ഞാലോ, കർത്താവേ എന്നെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ആ വിഷയത്തിന് മേൽ ജയമെടുക്കാൻ പറ്റത്തില്ല, നീ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ആമേൻ, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്, നീയാണ് എൻ്റെ ആശ്രയം എന്ന് യേശുവിൽ ആശ്രയിച്ചാലോ, യേശുവിൻ്റെ കൂടെ നിന്നാലോ, പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഇല്ലേ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ സർവശക്തനായ കർത്താവാണ്, യേശുവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ആഗ്രഹം നാം എപ്പോഴും യേശുവിൽ ആശ്രയിക്കുന്നവരായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. യേശുവിനെ ആശ്രയിക്കാതെ വരുമ്പോൾ സ്വന്തം കഴിവിൽ, സ്വന്തം മിടുക്കിൽ, സ്വന്തം അറിവിൽ, സ്വന്തം ജ്ഞാനത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നിരാശപ്പെടുകയും പരാജയപ്പെടുകയും സങ്കടപ്പെടുകയും പിന്മാറിപ്പോവുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ഇവിടെ പറഞ്ഞ വാക്ക് എത്ര മനോഹരമല്ലേ. നോക്ക്, ദാവീദ് നോക്കിയപ്പോൾ ഈ ഗോലിയാത്തിന്റെ വെല്ലുവിളിയിൽ എല്ലാവരും പേടിച്ചിരിക്കുക, ആരുമില്ല ഒന്ന് മുന്നോട്ട് യുദ്ധം ചെയ്യാനായിട്ട്. പക്ഷേ ദാവീദ് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഈ മലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത്, അവൻ പ്രാകുന്നത്, അവൻ വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. അപ്പൊ അവന് മർമ്മം പിടികിട്ടി. കാര്യം യുദ്ധം ഞാനും ഗോലിയാത്തുമായിട്ടല്ല, ഈ യുദ്ധം ഇസ്രായേലും ഗോലിയാത്തുമായിട്ടല്ല, ദൈവമാ ഗോലിയാത്തിനെ നേരിടാൻ പോകുന്നത്. പ്രൈസ് ലോർഡ്. കാരണം ഗോലിയാത്ത് വെല്ലുവിളിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെയല്ല, അവരുടെ ദൈവത്തെയാണ്. പലപ്പോഴും പ്രിയപ്പെട്ടവർ, നമ്മുടെ വിഷയം എന്ന് പറയരുത്. ഹല്ലേലൂയ, നമ്മുടെ വിഷയമല്ല, കർത്താവിൻ്റെ കൊണ്ടുവരണം. കർത്താവേ, ഇതെൻ്റെ വിഷയമല്ല, നീ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സമർപ്പിച്ച് നോക്കിക്കേ. നീ പോലും ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ യേശു ഇന്ന് പകലും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. സോ നോക്കിയേ, ദാവീദിന് മർമ്മം പിടികിട്ടി. കാര്യം ഇവിടെ വെല്ലുവിളിച്ചിരിക്കുന്നത് യഹോവയാം ദൈവത്തെയാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ നോക്കിയേ, ദാവീദിന്റെ കഴിവിലോ മിടുക്കിലോ അവന്റെ മസിൽ പവറിലോ ഒക്കെ അളന്ന് നോക്കി ഗോലിയാത്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു കാലത്തും ഒരു രീതിയിലും അവൻ പോകത്തില്ല യുദ്ധം ചെയ്യാൻ. കാര്യം നടക്കത്തില്ല, ഇമ്പോസിബിളാ, നടക്കത്തില്ലത് അല്ലേ. പക്ഷേ ദാവീദ് പറഞ്ഞ വാക്ക് നോക്കിയേ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ എൻ്റെ പുറകിൽ വെച്ചിരിക്കുന്നല്ല, ഞാൻ കുറെ ചെയ്യാം ബാക്കി കർത്താവ് ചെയ്യും, അങ്ങനെയല്ല. പലപ്പോഴും പലരും അങ്ങനെ പറയുന്നത്, ഞാൻ ഇത്രയും ചെയ്തു ബാക്കി കർത്താവ് എന്നാന്ന് ചെയ്യട്ടെ, അങ്ങനല്ല. പ്രൈസ് ദി ലോർഡ് ഇല്ലേ. ചില പറയാറില്ലേ, ദൈവം എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞാൻ എന്നെ കൊണ്ട് ഏതൊക്കെ ചെയ്തു, നീ കർത്താവ് ചെയ്യട്ടെ, അങ്ങനല്ല. ദാവീദ് അങ്ങനല്ല പറഞ്ഞത്. ദാവീദ് ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ മുൻപിൽ, പ്രൈസ് ദി ലോർഡ്,
എൻ്റെ കർത്താവിനെ എൻ്റെ മുൻപിലാണ് വെച്ചിരിക്കുന്നത്, എൻ്റെ പുറകിലല്ല. ഞാൻ കുറെ ചെയ്തിട്ട് ബാക്കി എന്ന് വെച്ചാൽ കർത്താവ് ചെയ്യട്ടെ, അങ്ങനെയല്ല. ആമേൻ. ഞാനല്ല ചെയ്യുന്നത്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആമേൻ. അവൻ്റെ കരമാ പ്രവർത്തിക്കേണ്ടത്, എൻ്റെ കഴിവല്ല പ്രവർത്തിക്കേണ്ടതെന്ന് ആമേൻ ദാവീദിന് വാസ്തവമായിട്ട് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറഞ്ഞത് വീണ്ടും ഞാൻ പറയാം, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ചോദ്യം, നിങ്ങളുടെ വിഷയങ്ങൾ നീ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തെ നീ എവിടെയാണ് വെച്ചിരിക്കുന്നത്? പിറകിലാണോ? ആമേൻ. അതോ ദൈവം ഉണ്ടെന്ന് പോലും ചിന്തിക്കുന്നുണ്ടോ? ദൈവം നിന്നെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നീ അങ്ങ് സ്ട്രഗിൾ ചെയ്യുവാണോ? ആമേൻ. കഷ്ടപ്പെടുകയാണോ? ഒത്തിരി അങ്ങ് പ്രയാസപ്പെടുകയാണോ? ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സിലാക്ക്. ആമേൻ. യേശുവല്ലേ പറഞ്ഞു, നിന്റെ സകല ഭാരവും എൻ്റെ മേൽ വെച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ യേശു, ആമേൻ, ഇന്ന് പകലും നിന്റെ സകല ഭാരങ്ങളെയും, നിന്റെ സകല വേദനകളെയും, നിന്റെ സകല കടഭാരത്തെയും ഏറ്റെടുപ്പാൻ റെഡിയായി യേശു അവിടെ നിൽക്കുക. നമ്മുടെ കുഴപ്പം നമ്മൾ ഒരിക്കലും യേശുവിനെ കൊടുക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാരം, ബ്രദറെ, എൻ്റെ ഭാരം, എൻ്റെ വേദന, എൻ്റെ വിഷമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അല്ലെന്നേ, അത് യേശുവിൻ്റെയാ. അത് യേശുവിനെ കൊടുത്തേ. യേശു പറഞ്ഞില്ലെങ്കിൽ നന്നേക്കാൻ, എല്ലാ ഭാരവും എൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ യേശു പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്തിനാ പിടിച്ചോണ്ടിരിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് അവന് യുദ്ധം താൻ ഏറ്റെടുത്തില്ല. തനിക്കറിയത് എൻ്റെ അല്ല യുദ്ധമെന്ന്. ഹല്ലേലൂയ. ആ യുദ്ധം യഹോവയുടേതാ, ആമേൻ, എന്ന് തനിക്ക് നിശ്ചയമായിട്ട് അറിയാം. പക്ഷേ വിശ്വാസം പ്രവൃത്തിയായിട്ട് മാറാൻ വേണ്ടി താൻ ചെയ്യുന്നറിയുമോ? ആമേൻ. താൻ വിശ്വാസത്താൽ, ദൈവത്തിലുള്ള വിശ്വാസം, അവിടെ പറഞ്ഞ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങി പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല എന്ന്, ആമേൻ, നമുക്ക് വാക്യം ഒന്നുകൂടെ വായിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ, ആമേൻ, ഹല്ലേലൂയ, 2-ാമത്തെ അധ്യായം 25-ാം വാക്യം പറയുകയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തിരിക്കയാൽ ഞാൻ കുലുങ്ങി പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ വലത് ഭാഗത്തിരിക്കയാൽ, അവൻ്റെ മുമ്പിൽ ഇരിക്കയാൽ. നോക്കിയേ, പഴയ നിയമ പുസ്തകത്തിൽ ആമേൻ ദാവീദ് പറയുന്നത് യഹോവ എൻ്റെ വലത് ഭാഗത്തുനിന്ന്. എന്നാൽ പുതിയ നിയമ വിശ്വാസി സംബന്ധിച്ചിടത്തോളം വചനം പറയുകയാണ്, യേശു നിന്റെ ഉള്ളിലാണ് വസിക്കുന്നത്, നിന്റെ അകത്താണ് ഇരിക്കുന്നത്. നിന്റെ ഉള്ളിലാണ് യേശു വസിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, യേശുവിൻ്റെ അകത്താണ് വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദാവീദ് ഗോലിയത്ത് നേരിടാൻ പോകുമ്പോൾ അവൻ ബാക്കിയെല്ലാവരും നിരുത്സാഹപ്പെടുത്തി കാണും. ബാക്കിയെല്ലാവരും പറയുന്നത്, നിന്നെക്കൊണ്ട് സാധിക്കത്തില്ല, നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നീ ഒരു പയ്യനാണ്, നോക്ക്, നീ തകർന്നു പോകും എന്നൊക്കെ പലരും ആമേൻ ചോദിച്ചു കാണുമായി, ആമേൻ നിരുത്സാഹപ്പെടുത്തി കാണുമായി. പക്ഷേ ആമേൻ താൻ ആ വാക്കിനൊന്നും വില കൊടുത്തില്ല. കാരണം തനിക്കറിയാം, ആമേൻ, യഹോവ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ. ആമേൻ. എന്നാ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ആമേൻ. ആ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഹല്ലേലൂയ. ദാവീദ് ആമേൻ ഗോലിയാത്തിനെ ജയിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാവീദിനെ ഗോലിയാത്തിനെ ചരിത്രം പറയാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ വലിയവനായ യേശു, ആകാശവും ഭൂമിയും നിർമ്മിച്ചവൻ, പാതാള ഗോപുരങ്ങളെ ജയിച്ചവൻ, അവൻ മരണപാശങ്ങളെ അഴിച്ചവൻ, പിശാചിന്റെ തലയെ തകർത്തവൻ, സർവശക്തനായ ദൈവം എൽ ശദ്ദായി ആയവൻ. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ എൻ്റെയും നിന്റെയും ഉള്ളിലിരിക്കുമ്പോൾ, ആമേൻ, ഒരു പ്രതികൂലത്തിനും ഒരു സാഹചര്യങ്ങൾക്കും നിന്നെ പിടിച്ച് ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച വാക്യം അതല്ലേ, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ധൈര്യവും ബലമൊന്നും കാണത്തില്ലായിരിക്കും, പുറമേ ഉള്ളവന് വലിയ മസിൽ പവറോ, പുറമേ ഉള്ളവന് വലിയ ഗ്ലാമറോ, അവൻ വലിയ പത്രാസോ ഒന്നും കാണത്തില്ലായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ അകത്തിരിക്കുന്നത് യഹൂദ ഗോത്രത്തിലെ ഗർജിക്കുന്ന സിംഹമാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ അകത്തിരിക്കുന്ന ആരെ? യഹൂദ ഗോത്രത്തിലെ ഗർജിക്കുന്ന സിംഹമാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ വിഷയങ്ങളുടെ കീഴെ പോകാൻ വേണ്ടിയല്ല, അവൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ഇന്ന് പകലും അവൻ വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല, അവൻ നുണ പറഞ്ഞിട്ടില്ല. അങ്ങനെ വാക്ക് പറഞ്ഞവൻ യേശു ഇന്ന് പകൽ നിന്റെ കൂടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും പറയട്ടെ, ജീവിതത്തിലെ നിരാശകളെല്ലാം കുടഞ്ഞു കളയണം, എല്ലാ ഭാരങ്ങളും കുടഞ്ഞു കളയണം. ആമേൻ. ആമേൻ. നോക്ക്, നമ്മൾ മനസ്സ് അല്പം തളർന്നിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു 4 വചനം പറഞ്ഞു നോക്കി, നിങ്ങൾ അറിയാതെ ബലപ്പെടുന്ന കാണാം അല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ആമേൻ, ആത്മാവിൽ ബലപ്പെടുന്ന ചില പ്രസംഗം, ചില വചനങ്ങൾ കേട്ടു നോക്കി.
ആത്മാവിൽ ആരാധിച്ചു നോക്കിയേ, ആത്മാവിൽ പ്രാർത്ഥിച്ചു നോക്കിയേ. ആമേൻ. നീ പോലും അറിയാതെ നിന്റെ അകത്ത് ഒരു ബലം വ്യാപരിക്കുന്നത് നിനക്ക് അറിയാൻ പറ്റും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഒരിക്കലും തകർന്നു പോകത്തില്ല, നീ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഒരു സാഹചര്യത്തിനും നിന്നെ പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ യേശുവിനെ പിടിച്ചൊതുക്കാൻ ആമേൻ പലരും ശ്രമിച്ചു, ഇല്ലേ? അവനെ അവൻ ആ കല്ലറയ്ക്കകത്തിട്ട് അടച്ച് മുദ്ര വെച്ച് സീൽ ചെയ്ത് അവൻ ഒരിക്കലും വെളി വരാതെ വണ്ണം അവനെ അടച്ച് പൂട്ടിക്കെട്ടുവാൻ പല നിയമങ്ങളും പല മനുഷ്യരും ശ്രമിച്ചു. പക്ഷേ ആമേൻ ജയം യേശുവിൻ്റെതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് പരാജയപ്പെട്ടു പോയ ദൈവത്തെ അല്ല, ഉയർത്തെഴുന്നേറ്റ ജയാളിയായ യേശു കർത്താവിനെയാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ആമേൻ. മറന്നു പോകരുത്, യേശുവിനെ എപ്പോഴും നിന്റെ മുമ്പിൽ നീ വെക്കണം. ഏത് വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോയാലും പറയണം, യേശു മുമ്പേ പോകുന്നത്, ഞാൻ അവൻ്റെ പുറകെ പോകണമെന്നേ ഉള്ളൂ. യേശു പ്രവർത്തിക്കുന്നത്, ഞാൻ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ, 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആമേൻ യേശു അല്ല പറഞ്ഞെന്തുവാ, നാം അവർക്ക് ഭക്ഷിപ്പാൻ. ഇന്ന് ആ വാക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിവർത്തിക്കട്ടെ. ഒറ്റയ്ക്കൊരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പോകരുത്. ഏത് വിഷയമായിക്കോട്ടെ, ഏത് സാഹചര്യമായിക്കോട്ടെ, നീ യേശുവിനോട് പറയണം, കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ നമുക്ക് ചെയ്യാമെന്ന്. ആമേൻ. എൻ്റെ വിഷയത്തിന് മേൽ അങ്ങ് പ്രവർത്തിക്കണം അപ്പാ, അങ്ങ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അതങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. ആ 5 അപ്പവും 2 മീനും ആ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവനതിനെ വാഴ്ത്തി നുറുക്കി 5000 പുരുഷാരങ്ങൾക്ക് ആമേൻ ഭക്ഷിപ്പാൻ മാത്രമല്ല 12 കൊട്ടയും അവൻ മിച്ചമെടുക്കുവാനിടയായി തീർന്നു. അതാ യേശു. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിൻ്റെ കയ്യിലേക്ക് എല്ലാ വിഷയങ്ങളെയും ഒന്ന് ഇട്ടുകൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ ദിവസവും ജയത്തോടെ നടക്കണം. യേശു നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ്. ആമേൻ. അതുകൊണ്ട് നീ തീരുമാനിക്കണം, ഞാൻ തളർന്നിരിക്കത്തില്ല, ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഈ ദിവസത്തെ ഞാൻ ഏറ്റവും അധികം ആമേൻ സന്തോഷിക്കുന്ന ദിവസമായി മാറും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്ന പിതാവേ, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായി സ്തോത്രം. ആമേൻ. അങ്ങ് പറഞ്ഞല്ലോ, ആമേൻ, അയക്കപ്പെടുന്ന വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാനസികമായി തകർന്നവർ, ഭാരപ്പെട്ടവർ, ഹല്ലേലൂയ, മനസ്സിന് ഉൾക്കരുത്തില്ലാത്തവർ, വിഷയങ്ങളെ കണ്ട് പതറുന്നവർ, പേടിച്ചവർ, നാളെ എന്തായി തീരുമെന്ന് അറിയാതെ കർത്താവെ ഭാരപ്പെട്ടിരിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചു, ഞാൻ തീർന്നുപോയി, ഈ രോഗം എന്നെ പിടിച്ചു, ഈ രോഗം എന്നെ നശിപ്പിച്ചു കളയും, എനിക്കിനി ഉയർച്ചയില്ല, ഉയർപ്പില്ല എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവർ, കർത്താവെ വിശ്വാസ ജീവിതത്തിലും ശുശ്രൂഷയിലും ഒക്കെ പല വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മടുത്തിരിക്കുന്നവർ, കർത്താവെ ഇന്ന് പകൽ അങ്ങയുടെ വചനം അവരുടെ ജീവിതത്തിൽ പാറയെ ചുറ്റിക പോലെ കർത്താവെ ആ പാറകളെ തകർക്കട്ടെ, തടസ്സങ്ങളെ തകർക്കട്ടെ, പുതുവഴികൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. റവല ശബ്ദന രഗതാരിയാന്തന. ആമേൻ, 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 ആമേൻ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹൃദയത്തിലെ ഭാരങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ കല്ലായിട്ടിരിക്കുന്ന ഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. എനിക്ക് നല്ലൊരു യേശുവുണ്ട്, ഒരു നല്ല കർത്താവുണ്ട്, യേശുവിൻ്റെ കൂടെ ഞാൻ ജയാളിയാണ് എന്നുള്ള ധൈര്യം നിന്റെ മക്കളിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവേ, പിതാവേ, ഇത് കേൾക്കുന്ന ഓരോ ഭവനങ്ങളെയും അനുഗ്രഹിച്ചും പ്രാർത്ഥിക്കും. ഭവനങ്ങളിൽ വലിയ സമാധാനം ഉണ്ടാവട്ടെ, സ്വസ്ഥത ഉണ്ടാവട്ടെ, ദൈവിക സമാധാനം വാഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഭവനങ്ങളുടെ മേൽ ദൈവ മഹത്വം ഇറങ്ങട്ടെ, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറെ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രത്യേകിച്ച് കർത്താവെ, ഞാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ സമാധാനം ഈ ലോകത്തുണ്ടാവട്ടെ. അങ്ങയുടെ സമാധാനത്താൽ ഓരോ വ്യക്തികളെയും കർത്താവ് നിറയ്ക്കണം. കർത്താവെ, ഇന്ന് കർത്താവ് ഗൾഫിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി, ആമേൻ, ഇസ്രായേലുള്ള സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവർ ഭാരപ്പെട്ടും പേടിച്ചു പിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ ബലം കർത്താവ് നൽകണം, കർത്താവിൻ്റെ സംരക്ഷണം നൽകണം, കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴേ അവരെ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതമാക്കി മാറ്റണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമുക്ക് പറയാം, യേശു എൻ്റെ കർത്താവായതുകൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എല്ലായിടത്തും ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളും നോക്കണം, എല്ലാ അവസ്ഥകളെയും നോക്കണം. ആ അവസ്ഥകളോട് പറയണം, എല്ലായിടത്തും എല്ലായ്പ്പോഴും എൻ്റെ യേശു മുഖാന്തരം എനിക്ക് ജയമുണ്ട്. ആമേൻ. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ചാൽ നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.